ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു കുട്ടിയൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഞാൻ വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ നല്ല മഴയാണ്. ഞാൻ ഇവിടുത്തെ ക്ലൈമറ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇത് ക്ലൈമറ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റ്. വേണ്ട നല്ല മഴയും കാര്യങ്ങളും. മുകളിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് നല്ല രീതിയിൽ കേൾക്കുന്നുണ്ടാവും കേട്ടോ. നല്ല മഴയും ഇപ്പം ജസ്റ്റ് ഒന്ന് കുറഞ്ഞതാണ് കേട്ടോ മഴ. ഇത്ര നേരം നല്ല മഴയായിരുന്നു. പുറത്ത് നിങ്ങൾക്ക് കാണാം ഡ്രെയിനേജ് ഒക്കെ ഓവർഫ്ലോ ആയി. അവിടെയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ വെള്ളം കെട്ടി കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ചെന്നൈയിലെ കറണ്ട് അവസ്ഥ. നല്ല മഴയും അതുപോലെ ഒരു ചെറിയ രീതിയിൽ അവിടെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഫ്ലഡിങ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മഴയും തണുപ്പൊക്കെ ആയപ്പോഴേക്കും നമുക്ക് വൈകിട്ട് എന്തെങ്കിലും നല്ല ചൂടായിട്ട് നല്ല സ്നാക്ക് കഴിക്കാനായിട്ടൊക്കെ തോന്നി. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പരിപ്പുവട പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പെട്ടെന്ന് തീരുമാനിച്ചല്ല, നേരത്തെ തന്നെ നമുക്ക് പരിപ്പുവട പ്ലാനിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പരിപ്പൊക്കെ കുതിരാൻ വേണ്ടി ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാനത് ഉണ്ടാക്കാനായിട്ട് പോയപ്പോഴാണ് വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, എന്നാലും ഇരിക്കട്ടെ എൻ്റെ വക ഒരു കുഞ്ഞു റെസിപ്പി. അപ്പോൾ നമുക്ക് നേരെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അങ്ങനെ പരിപ്പോടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പരിപ്പൊക്കെ ഒരു 4 മണിക്കൂർ മുന്നേ തന്നെ കുതിർത്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൽ നിന്നൊരു 3 സ്പൂൺ പരിപ്പ് ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഈ പരിപ്പ് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് ഒരു എന്താ പറയുക, ഭയങ്കര പേസ്റ്റ് അല്ല, ഒരു സെമി പേസ്റ്റ് രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ ഇവിടെ ആ ഒരു പരിപ്പിനെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതിലേക്ക് നേരത്തെ മാറ്റിവെച്ച പരിപ്പും അതുപോലെ തന്നെ ചതച്ച ചെറിയ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ വറ്റൽമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ അതിനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൽ പെരുംജീരകവും അതുപോലെ തന്നെ കറിവേപ്പിലയും ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പൊ അത് രണ്ടും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഐറ്റങ്ങൾ മാത്രം ഇട്ടിട്ട് ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നത്. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഞാൻ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ചൂടായപ്പോഴേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പുവടയുടെ ആ ഒരു മിശ്രിതം നമ്മൾ കയ്യിലേക്ക് എടുത്ത് ആ ഒരു പരിപ്പുവടയുടെ ഷേപ്പിൽ നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്ത് കോരാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ അല്ലെങ്കിൽ ഒരു റെഡിഷ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പുറമേ ഉള്ള ആ ഒരു ലെയർ പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോകാനും അകത്ത് അത് കുക്ക് ആകാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് സാവകാശം വേണം നമ്മൾ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ ഓരോ സൈഡ് ഫ്രൈ ആയി വരുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമ്മൾ ഇതിനെ കുക്ക് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഓഫ് പരിപ്പുവട ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കോരി മാറ്റാം. എന്നിട്ട് ഇനി ഞാൻ ബാക്കിയുള്ളത് കൂടി ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ഫൈനലി ഇതേ നമ്മുടെ പരിപ്പുവട എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ നല്ല ചൂട് ലെമൺ ടീയും ആയിട്ട് ഞാനിത് കഴിക്കാൻ പോകണം കേട്ടോ. പുറമെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആണ് കേട്ടോ. നല്ല വെൽ കുക്ക്ഡ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു മഴ ടൈമിൽ നല്ല പെർഫെക്റ്റ് സ്നാക്കും നല്ലൊരു ചൂട് ലെമൺ ടീയും ആയിട്ട് ഞങ്ങൾ പോയി ഒന്ന് കഴിച്ച് എൻജോയ് ചെയ്യട്ടെ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.